അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് രക്ഷാകവചനം ചൊല്ലുന്ന വീടായി മാറിയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ? അവർ വന്ന് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. 3 ആളുകൾക്ക് സലാം പറയൂല, 3 ആളുകൾക്ക് സലാം പറയൂല. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരുപാട് എണ്ണം മഹത്തുക്കൾ വിവിധങ്ങളാകുന്ന ഇമാമിങ്ങൾ പറയുന്നുണ്ട്, 18 വരെ പറഞ്ഞിട്ടുണ്ട്. 3 ആളുകളെ ഹദീസിൽ വന്നത് ഞാൻ എടുത്തു പറയാൻ. 3 ആളുകൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇത്രയേറെ പവിത്രമായ രാവ് 1000 മാസങ്ങളെക്കാളെന്ന് കരുതി ചിലരിങ്ങനെ കുറിച്ച് വെച്ചിരിക്കുക. 83 വർഷവും 4 മാസവും ചെയ്ത ഇബാദത്താണ് ഇന്നത്തെ രാത്രി കിട്ടുന്നത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ്, അതിനേക്കാൾ എത്രയാണെന്ന് കണക്കില്ല. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എത്ര അമൽ ചെയ്താലാണ് എത്രയാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ ഇഖ്ലാസിൻ്റെ വർണ്ണാലിപ്പനുസരിച്ച് അള്ളാഹു കോടിക്കണക്കിന് രേഖപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും മുറുകെ പിടിക്കണം. അതിനാണ് ഈമാനം വഹ്തിസാബ് എന്ന് പറഞ്ഞത്. കൂലി പ്രതീക്ഷിച്ച് വിശ്വസിച്ച് തന്നെ നമ്മൾ നിലകൊള്ളണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ മലക്കുകൾ മുഖേന സലാം പറയൂല. മലക്കുകൾ വന്നുകൊണ്ട് സലാം പറയാത്ത 3 വിഭാഗങ്ങളിൽ ഒന്നാമത്തത് മുദ്മിനുൽ ഖംറ, കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമദാൻ വന്നിട്ട് പോലും കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലയോ? എത്ര ആളുകളെയാണ് എക്സൈസിന്റെ വിഭാഗം പിടിക്കപ്പെടുന്നത്? എത്ര ആളുകളെയാണ് പിടിക്കപ്പെട്ടത്? ഈ വിശുദ്ധമായ റമദാനിൽ പോലും കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, യുവാക്കളില്ലേ, ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നതായ യുവതികളില്ലേ, ചെറുപ്പക്കാരില്ലേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, മുദ്മിനുൽ ഖംറാകുന്ന വ്യക്തിയെ, കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി, എപ്പോഴും കള്ളു കുടിക്കുന്നവരും ശ്രദ്ധിക്കണേ, എപ്പോഴെങ്കിലും കള്ളു കുടിക്കുന്നവരും ശ്രദ്ധിക്കണേ. 2 കൂട്ടരും ശ്രദ്ധിക്കണം. എപ്പോഴും കള്ളു കുടിക്കുന്നവർ ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും കള്ളു കുടിച്ചവരും ശ്രദ്ധിക്കണം. 2 കൂട്ടരും തൗബ ചെയ്യണം. തൗബ ചെയ്യാതെ ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നല്ല പൊതി കിട്ടും ബിരിയാണിയുടെ, റാഹത്തായിട്ട് അത് കഴിച്ചിട്ട് പോവാം. അതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കരുതി ചിലർ സുബഹി നിസ്കരിക്കാതിരിക്കുന്നുണ്ട് അന്നത്തെ ദിവസം രാവിലെ. കാരണം ഇത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിന്റെ പാതിരാത്രി സമയം ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതാകുന്ന പുണ്യമാക്കപ്പെട്ട രാവിൽ എത്രയോ ചെറുപ്പക്കാരാണ് ബൈക്ക് എടുത്തുകൊണ്ട്, എത്രയോ ചെറുപ്പക്കാരാണ് കറങ്ങി നടക്കുന്നത്. ഔലിയാക്കളുടെ മസാറുകൾ സിയാറത്ത് ചെയ്യാനെന്നുള്ള വ്യാജേനെ രാത്രിയെ മുഴുവനും മലീമസമാക്കുകയാണ്. കരുനാഗപ്പള്ളി ശൈഖന്മാരുടെ മുറ്റത്ത് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്ത്, ആ പള്ളിയുടെ അകത്തളത്തിൽ കയറിയിരുന്നുകൊണ്ട് സിയാറത്ത് ചെയ്തിട്ട് നിലകൊള്ളുന്നവരെ, അവിടെ ഇരുന്ന് ഇഅ്തികാഫിലായി നിലകൊള്ളണേ. കറങ്ങി നടക്കല്ലേ ചെറുപ്പക്കാരെ, കറങ്ങി നടക്കല്ലേ. സിയാറത്ത് എന്ന പേരിൽ കൊല്ലൂർ വിളയിലേക്കും, സിയാറത്ത് എന്ന പേരിൽ കടുവാപ്പള്ളിയിലേക്കും, സിയാറത്ത് എന്ന പേരിൽ ഭീമാ പള്ളിയിലേക്കും ഒക്കെ കറങ്ങി നടക്കുന്ന എത്ര ചെറുപ്പക്കാരാണ്. വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ പവിത്രതയെ അപഹസിക്കുന്ന ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണത ആലിമീങ്ങൾ ഒരിക്കലും തന്നെ തുറന്നു പറയാതിരിക്കില്ല. പവിത്രമായ ലൈലത്തുൽ ഖദ്ർ നിനക്ക് ലഭിക്കണോ? അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങൾ ഇഅ്തികാഫിലായി നിലകൊള്ളണേ. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി നടക്കുന്നവരെ, ലൈലത്തുൽ ഖദ്ർ നിനക്ക് കിട്ടൂല. ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹാത്മ്യം നിനക്ക് പരിപൂർണമായി മേളിക്കാൻ പറ്റൂല. മലക്കുകൾ വന്നുകൊണ്ട് നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സലാം പറയൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. 2ാമത്തെ കൂട്ടരാരെന്നറിയുമോ? അഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. മനുഷ്യരോട് നാം വസിയത്ത് നൽകിയതാണ്, അവരോടുള്ള കൽപ്പനയാണ്, അവരോടുള്ള നിർദ്ദേശമാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. എത്രയെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ വളർത്തി വലുതാക്കിയത്. അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടല്ലേ. അവരെ പ്രായാധിക്യമെത്തുമ്പോൾ അവർ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കരുതേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മൂന്ന് ആയത്തുകളോട് വല്ലാതെ കണക്ഷൻ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കം അതിന്റെ അവസാനത്തോട് വലിയ കണക്ഷനാണ് കൂട്ടുകാരെ. ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അഖീമുസ്സലാ വആതുസ്സകാ. പരിശുദ്ധമായ ഖുർആനിലെ വചനമാണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഫമൻ അഖാമസ്സലാത വലം യുതി സകാ. ആരൊരുവൻ 5 വഖത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, പക്ഷേ സകാത്ത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. 10.5 പവൻ ഒരു വർഷമായി നിക്ഷേപമായിട്ടാണ് അവന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പോലും, അതിന്റെ മുകളിലേട്ടുള്ളതാകുന്ന സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ട് പോലും പാവപ്പെട്ടവർക്ക് അതിൽ നിന്ന് 2.5% സ്വർണത്തിന്റെ സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവരെ 595 ഗ്രാം വെള്ളിയുടേതാകുന്ന മൂല്യം കറൻസി ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു വർഷം അത് പരിപൂർണമായി അവന്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് പാവപ്പെട്ടവർക്ക് അതിൻ്റെതാകുന്ന ഭാഗത്ത് നിന്ന് സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളില്ലയോ? വിശുദ്ധമായ റമദാനിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ കേവലം ഒരു 10,000 രൂപയുടെ 10 രൂപയുടെ നോട്ടേപ്പിച്ചിട്ട് ഇതിൽ നിന്ന് 10 രൂപ വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന യാചകന്മാർക്ക് കൊടുത്തു, ഞാൻ എൻ്റെ സക്കാത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവസാനം 2.5 കിലോ അരി കൊണ്ട് ഫിത്ർ സക്കാത്തും കൊടുത്ത് കൈ കഴുകിയിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അവനവന്റെ സമ്പത്തിന്റെ കറൻസിയുടെ സക്കാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവന്റെ അവകാശം നൽകാതെ പിടിച്ചു വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരൊരുവൻ സക്കാത്ത് കൊടുക്കാതെ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ ലം തുഖബൽ സ്വലാത്തുഹു, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. സക്കാത്ത് കൊടുക്കാത്തവന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. കാരണം ഖുർആനിൽ രണ്ടും ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്, അഖീമുസ്സലാ വആതുസ്സകാ. നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, സക്കാത്ത് കൊടുക്കണേ എന്നാണ്. സക്കാത്ത് കൊടുക്കാതെ നിസ്കാരം മാത്രം നിർവഹിച്ചുകൊണ്ട് നടക്കുന്നവരെ അവന്റെ നിസ്കാരം കൂടി അല്ലാഹുക്ക് വേണ്ട എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല. രണ്ടാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, 3 ആയത്തുകൾ അതിന്റെ തുടക്കവും അതിന്റെ അവസാനവും വലിയ ബന്ധമാണ്. രണ്ടാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. അല്ലാഹുവിനെ വഴിപ്പെടണേ, അവന്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. ഫമൻ അതാഅല്ലാഹ വലം യുതിഇർ റസൂല. ആരവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടു പക്ഷേ പരിശുദ്ധ പ്രവാചകന്റെ തിരുവചനങ്ങളെയോ ആ പ്രവാചകന്റേതാകുന്ന ജീവിതചര്യകളെയോ മുറുകെ പിടിക്കാതെ പരിശുദ്ധ പ്രവാചകനെ അവഗണിച്ചുകൊണ്ട് നടക്കുന്നവരെ ലം തുഖബൽ ഇതാഅതുഹു ലില്ലാഹ്. അല്ലാഹുവിനോടുള്ള ഇതാഅത്ത് കൂടി അല്ലാഹുക്ക് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല. ബഹുമാനപ്പെട്ടവർ മൂന്നാമതായി പറയുകയാണ്, വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്തതാകുന്ന വിഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരെ, അവരെ തെറി വിളിക്കുന്നവരെ, അവരെ ശകാരിക്കുന്നവരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമൻ ശകറല്ലാഹ വലം യശ്കുർ ലിവാലിദൈഹി. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അനിഷ്കുരിലി വലിവാലിദൈ, എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ഗുണം ചെയ്യണേ, ശുക്ർ ചെയ്യണേ, നന്ദി പ്രകാശിപ്പിക്കണേ എന്ന് അല്ലാഹു പറയുകയാണ്. ഫമൻ ശകറല്ലാഹ വലം യശ്കുർ ലിവാലിദൈ. ആരൊരുവൻ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നുണ്ട്, നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, പാപങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ട്, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്,
നിരാലംബർക്ക് അവലംബമാകുന്നുണ്ട്, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നുണ്ട്. അൻവാറിലെ പാവപ്പെട്ടതാകുന്ന മുത്തല്ലിമീങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ്, അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നവരാണ്. ഈ ദുനിയാവിൽ ഒരുപാട് ആത്മീയമാകുന്ന പ്രഭ പരത്താനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ്. നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നു, നോമ്പുകൾ നോറ്റ് വീട്ടുന്നു, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നു, ഹജ്ജ് ചെയ്യുന്നു, പാവങ്ങളുടെ കണ്ണീരപ്പുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലം യശ്കുറുലി വാലിദൈ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ നന്ദി പ്രകാശിപ്പിക്കാത്തവനാണ്. വാപ്പയും ഉമ്മയും വിളിച്ചാൽ, അത്തയും അമ്മയും വിളിച്ചാൽ അവരെ തിരിഞ്ഞു നോക്കാതെ പുറം തിരിഞ്ഞു നിൽക്കുന്നതായ മനുഷ്യനാണ്. ഈ ദുനിയാവിൽ മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് നടന്നവനാണോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം തുഖ്ബൽ ശുക്റുഹു ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള നന്ദി പ്രകാശനം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട കളികളിൽ പങ്കെടുക്കുന്നവരെ, നാളെ പടച്ച റബ്ബിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയില്ല, ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല, മൂന്നാമതായി ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജുലാനി, രണ്ട് കൂട്ടരാണ്, രണ്ടുപേരും പരസ്പരം പിണങ്ങി കഴിയുന്ന കൂട്ടുകാരാണ്. ഈ ദുനിയാവിൽ വിശ്വാസികൾ തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് നിലകൊണ്ടാൽ തന്നെ ലൈലത്തുൽ ഖദ്ർ കണ്ടുകിട്ടുകയില്ല, അഥവാ മലക്കുകളുടേതാകുന്ന പൊരുത്തം അവന് ലഭിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് നിന്റെ അയൽവാസിയാകാം, അത് നിന്റെ കൂട്ടുകാരനാകാം, അത് നിന്റെ നാട്ടുകാരനാകാം, അത് പള്ളിയിലെ മഹല്ലത്തിൽ നീ നിസ്കരിക്കാൻ പോയപ്പോഴുള്ള നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ഏതെങ്കിലും ശണ്ടയാകാം. നീ തീർച്ചയായും ശ്രദ്ധിക്കണേ, ഒരാളെ പോലും വേദനിപ്പിക്കരുതേ, ഒരാളെ പോലും വേദനിപ്പിക്കരുതേ. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നിനക്ക് കിട്ടൂല. അതുകൊണ്ട് നിർബന്ധമായും മഗ്‌രിബിന് മുമ്പ് അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ. അവരുമായിട്ടുള്ള സാമ്പത്തികമായുള്ള ഇടപാടാണെങ്കിൽ അത് തീർക്കൽ നിർബന്ധമാണ്. ഈ മൂന്ന് കൂട്ടർക്ക്, കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക്, സ്വന്തം സഹോദരങ്ങളുമായി പിണക്കത്തിൽ കഴിയുന്നതായ ആളുകൾക്ക്, സ്വന്തം സഹോദരിമാരുമായി ഇവരെ പിണങ്ങിക്കഴിയുന്നതായ ആളുകൾക്ക് ലൈലത്തുൽ ഖദ്റിൽ മലായികത്തുകൾ സലാം ചൊല്ലൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദ്ർ എനിക്ക് കിട്ടണം എന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും തൻ്റെ കുടുംബങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് ബന്ധം പുതുക്കണം. ആരെങ്കിലുമായിട്ട് പിണങ്ങി നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും, ചിലപ്പോൾ 4-5 പേരേ ഉണ്ടാവുള്ളൂ. എല്ലാവരുമായിട്ടൊന്നും പിണക്കം കാണും. ശത്രുക്കളെ മുഴുവനും കിടിലം കൊള്ളിക്കുകയും 83 വർഷവും 4 മാസവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ശത്രുക്കളോട് അടരാടി ഒരൊട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് വിജയം വരിച്ചതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചതിനേക്കാൾ വലിയ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ രാത്രി നീ ഇബാദത്തെടുത്താൽ നിനക്ക് കിട്ടുമെങ്കിൽ മാഷാ അല്ലാഹ്, കിട്ടണ്ടേ സഹോദരങ്ങളെ. അതുകൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കുക, നീ ഒന്ന് കുറച്ച് താഴോട്ട് വരിൻ, അതിനൊന്ന് തയ്യാറാകി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരെ ഒന്ന് കണ്ട് പൊരുത്തപ്പെടിക്കണം, നിർബന്ധമാണ്. വലിയ ദൂരമൊന്നും പോകാനില്ലല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകും. ഏതെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ പിണക്കാട്, പള്ളിയിൽ വെച്ചുണ്ടായ ഒരു ഉടക്കാണ്, ബഹളാണ്, അവരെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണം, നിർബന്ധമാണ്. കാരണം നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടണം, മലക്കിനുള്ള പൊരുത്തം കിട്ടണം, മാതാപിതാക്കൾ കണ്ട് പൊരുത്തപ്പെടിക്കണം, അവരൊന്ന് ഫോൺ വിളിച്ചിട്ട് ഉമ്മ സുഖല്ലേ എന്ന് പറയണം, അവരെ പോയി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. ആ പ്രാർത്ഥന മതി നിൻ്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു ബക്കറ്റ് പിരിവ്, എല്ലാവരും ബക്കറ്റ് പിരിവാണ്, എല്ലാവരും നല്ലൊരു സ്വതക്ക നൽകി. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലാണ് നമ്മൾ നൽകുന്നത്, റമദാനിലാണ് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക. അത് തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാവിനോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് കൊടുക്കുന്ന സ്വതക്ക നല്ല സ്വതക്കയാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് മുനാജാത്തിന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബിനോട് ചോദിച്ചു, അള്ളാഹുവേ ഉരീദു ഖുർബക, ഞാൻ നിന്നോട് വല്ലാതെ അടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖുർബി, ഏറ്റവും കൂടുതൽ എന്നോട് അടുക്കുന്നത് ആരെന്നറിയുമോ? ലിമൻ ഇസ്തൈഖള ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ ഉറക്കമൊഴിച്ചവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുക. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു, അള്ളാഹുവേ
ആർക്കാണ് നീ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ലൈലത്തുൽ ഖദറിൽ കാരുണ്യം ചൊരിയുന്നത്? അപ്പോൾ അള്ളാഹു പറഞ്ഞു, ലൈലത്തുൽ ഖദറിൽ പാവപ്പെട്ടവർ കണ്ണീരൊപ്പുന്നവരാരുണ്ടോ, സദക്ക കൊടുക്കുന്നവരാരുണ്ടോ, അവർക്കാണ് ഞാൻ തീർച്ചയായും ലിമൻ യർഹമിൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ കരുണ വാരി വിതറുന്നവർക്കാണ് തീർച്ചയായും ലൈലത്തുൽ ഖദറിൽ ഞാൻ കാരുണ്യം ചൊരിയുന്നത്. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അള്ളാഹുവേ, സിറാത്ത് പാലം വിട്ടെടുക്കാൻ എന്താണുള്ള മാർഗം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ, ലൈലത്തുൽ ഖദർ എന്ന് പവിത്രമാക്കപ്പെട്ടതാകുന്ന രാവിൽ സദക്ക കൊടുത്താൽ, എന്തെങ്കിലും ഒരു രൂപ സദക്ക കൊടുത്താൽ, ഇന്നത്തെ രാത്രിയിൽ അതാണ് അതിൻ്റെ മഹത്വം. അതാണ് നമ്മൾ ഒരു രൂപ കൊടുത്താൽ അത് ഇത്രയും കാലം ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠതയിൽ നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ രാത്രിയിൽ നിർബന്ധമായും സദക്ക ചെയ്യാൻ ഉപകരിക്കണം. ഈ രാത്രിയിൽ നിർബന്ധമായി ഒരു തസ്ബീഹ് ചെല്ലാനുള്ള സമയം കണ്ടെത്തണം. ഈ രാവിലെ നിർബന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ സമയം കണ്ടെത്തണം. ഈ രാവിലെ സലാത്ത് ചെല്ലാൻ സമയം കണ്ടെത്തണം. ഈ രാവിലെ ദിക്റുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഈ രാവിലെ ജീവസുറ്റതാക്കാൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ സ്വർഗപ്രവേശന നിദാനമാണ് ഈ രാത്രിയിൽ. അത്രയേറെ ശ്രേഷ്ഠമായ രാവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാർക്കും അള്ളാഹു ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും അള്ളാഹു നസീബാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ബഹുനിരാകുന്ന ഉസ്താദ് അവറുകൾ അബ്ദുൽ നാസർ മഅദിനി ഉസ്താദ്, അള്ളാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ധാരാളം കാലം ദീനിന് സേവനം ചെയ്യാനുള്ള ഹിമ്മത്ത് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് പരിപൂർണമായ മോചനം അള്ളാഹു ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടി ആയിരങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളും ഉസ്താദ് അവറുകൾക്ക് വേണ്ടി നിർബന്ധമായും പ്രാർത്ഥനയിൽ ഒരു ഇടം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഉസ്താദ് ഒരു കാലഘട്ടത്തിൽ നേരത്തെ ബിലാൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ദീനിലേക്ക് കടന്നു വന്നതുപോലെ ഖുർആനും അതുപോലെ തന്നെ ഹദീസും ഒക്കെ കേട്ടുകൊണ്ട് ഉസ്താദ് അവറുകളുടെ പ്രഭാഷണമൊക്കെ കേട്ട് ബഹുമാനപ്പെട്ട ശൈഖുന കെ.പി. ഉസ്താദിൻ്റെ ആശീർവാദത്തോടുകൂടി ദീനിലേക്ക് കടന്നു വരാൻ സൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ബിലാൽ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അദ്ദേഹം അടക്കം എത്ര ആളുകളെ പരിശുദ്ധമായ ദീനിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഇന്നിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കൽബിൽ നിന്ന് കൽബിലേക്ക് പറിച്ചു വെച്ചൊരു പ്രസംഗമായിരുന്നു അദ്ദേഹം ഇവിടെ നടത്തിയത്. നല്ലൊരു പ്രഭാഷണം, ഹൃദ്യമായ പ്രഭാഷണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അത്രത്തോളം സ്നേഹവും വാത്സല്യവും ഉസ്താദുമായും ശൈഖുനയുമായും നമ്മുടെ ഈ സ്ഥാപനവുമായും ഉണ്ട് എന്നുള്ളത് ആ പ്രഭാഷണത്തിലുടനീളം നിഴലിക്കുകയാണ്. അത് നമുക്ക് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു കാലഘട്ടത്തിൽ 95 കാലഘട്ടങ്ങളിൽ 90 കാലഘട്ടങ്ങളിൽ ഉസ്താദ് അവറുകൾ പറഞ്ഞത് ഇന്ന് പലരും ഉറക്കെ പറഞ്ഞ് തുടങ്ങുന്നതേയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ നാടിന് വേണ്ടി, നാടിൻ്റെതാകുന്ന സുസ്ഥിരതയ്ക്ക് വേണ്ടി, നല്ല ഒരു ഭരണത്തിന് വേണ്ടി, സംവിധാനത്തിന് വേണ്ടി, നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യത്തിന് വേണ്ടി, സിഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാർ, പട്ടാമ്പി ഉസ്താദും ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുന ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുതകാംക്ഷികളാകുന്ന ആളുകൾക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി, ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അന്തേവാസികൾക്ക് വേണ്ടി, ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന മുഴുവൻ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാവരും പരസ്പരം ദ്വാരക്കണം. ഏറ്റവും വലിയ ദ്വാ ഒരു സഹോദരൻ അവൻ്റെ അദൃശ്യതയിൽ മറ്റൊരാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.